കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു. ഇനി സ്നേഹത്തോടെ മുന്നോട്ട്. എന്റെ നേതാവ് രാഹുൽ ഗാന്ധി. പിണക്കമെല്ലാം വിട്ടുവന്ന തരൂരിന്റെ വാക്കുകളാണിത്. കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾക്കൊപ്പം വേദി പങ്കിട്ടിരിക്കുകയാണ് ശശി തരൂർ MP. CPIM-മായി തരൂർ അടുക്കുന്നുവെന്ന വാർത്തകൾക്കിടെയാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. മുഖ്യമന്ത്രി പദവിക്ക് പോലും താനില്ല എന്ന് പറയുന്ന തരൂർ പ്രചരണ രംഗത്ത് മുന്നിൽ തന്നെ ഉണ്ടാകുമെന്ന് ഉറപ്പും നൽകുന്നുണ്ട്. അപ്പോൾ തരൂർ കോൺഗ്രസിന് വഴങ്ങിയിരിക്കുകയാണ്. കാര്യങ്ങളെല്ലാം കോൺഗ്രസിന്റെ ഭാഗത്തേക്ക് തന്നെ നീങ്ങുന്നു, തരൂരിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ. അപ്പോൾ തരൂർ കോൺഗ്രസിന് വഴങ്ങിയത് ഗുണകരമാണോ കോൺഗ്രസിന് എന്നുള്ളതാണ് ജനങ്ങളോട് ചോദിക്കുന്നത്. തിരുവനന്തപുരത്തുകാരാണ് പ്രതികരിക്കുന്നത്. ബിനിൽ ലീല സാബു അവരോട് ചോദിച്ചിട്ടുണ്ട് എന്താണ് അവർക്ക് ഇക്കാര്യത്തിൽ പറയാനുള്ളത് എന്ന് കേൾക്കാം. സസ്പെൻസുകളെല്ലാം അവസാനിച്ചു. ശശി തരൂർ കോൺഗ്രസിൽ തുടരും. തരൂർ തുടരുന്നത് കോൺഗ്രസിന് ഗുണകരമാകുമോ? തലസ്ഥാന നിവാസികൾ പറയും. പുള്ളി കോൺഗ്രസ് നിൽക്കുന്നതാണ് നല്ലത്. ശരിക്കും എനിക്കിതിൽ ഇവരെ കാര്യത്തിൽ ഒരു അഭിപ്രായം പറയാൻ പറ്റില്ല. എവിടെ ഉറച്ചിരിക്കുമെന്നുള്ള ഒരു പിടിയില്ല. അതുകൊണ്ട് എനിക്കിതിൽ അഭിപ്രായമേ ഇല്ല. ശശി തരൂരിനെ കുറിച്ച് വലിയ കംപ്ലൈൻ്റ് ഒന്നും എൻ്റെ അഭിപ്രായത്തിലില്ല. ഇനിയിപ്പോൾ പോവെന്ന് ചോദിച്ചാൽ അതിനെക്കുറിച്ച് ആലോചിക്കേണ്ടതാണ്. പോവില്ല എന്നുള്ള കാര്യം അറിയില്ല. കോൺഗ്രസ് പാർട്ടിക്ക് എന്നും വളരെയധികം ശക്തിയാണ് ശശി തരൂർ. ഒരു കാര്യം പറയുകയാണെങ്കിൽ ശശി തരൂർ വ്യക്തിപരമായിട്ട് നല്ലൊരു വ്യക്തിയാണ്. രാഷ്ട്രീയം പൊതുവെ ഞാൻ പറയുന്നില്ല. കാര്യം വ്യക്തിയെക്കുറിച്ച് പറയണമെങ്കിൽ ശശി തരൂർ നല്ലൊരു വ്യക്തിയാണ്. ഈ പ്രാവശ്യം ഇവിടെ നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും പുള്ളി വിജയിക്കുക തന്നെ ചെയ്യും. 100% വിജയിക്കും. അതിൽ യാതൊരു മാറ്റവും ഇല്ല. കോൺഗ്രസ് പാർട്ടിക്കകത്ത് ഗുണം ചെയ്യുന്നതാണ്. കാരണം അദ്ദേഹം ഒരു ദേശീയ നേതാവാണ്. കോൺഗ്രസിനെന്ന് മാത്രമല്ല, അദ്ദേഹം ഏത് പാർട്ടിയിൽ പോയാലും ആ പാർട്ടിയിലേക്ക് ഗുണം ചെയ്യുന്നത് എന്നതിന് ഒരു സംശയമില്ല. BJP പോകുന്നതും CPM-ലേക്ക് വരുന്നതും അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ്. അദ്ദേഹത്തിൻ്റെ പാർട്ടിയായിട്ടുള്ള KPCC കേരള ഘടകമാണ് അദ്ദേഹത്തെ ഒറ്റപ്പെടുത്തി നിൽക്കുന്നത്. അതിൻ്റെ ഒരു വിമർശനം അദ്ദേഹത്തിനുണ്ട് എന്നൊരു വ്യക്തിപരമായ അഭിപ്രായമാണ് എനിക്ക്. തരൂർ കോൺഗ്രസിൽ തന്നെ നിൽക്കുമെന്നാണ് എൻ്റെയും വിശ്വാസം. അത് സംസ്ഥാനത്ത് കോൺഗ്രസ് പാർട്ടിക്ക് ഗുണം ചെയ്യുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ ശശി തരൂർ പാർട്ടി തന്നെ തുടരും. എന്ത് ഗുണം ചെയ്യും? അയാൾക്ക് ഗുണമല്ലേ ഉള്ളു, ദോഷമൊന്നുമില്ലല്ലോ. വ്യത്യസ്ത അഭിപ്രായങ്ങൾ പറഞ്ഞവരുണ്ട്. എങ്കിലും തരൂർ കോൺഗ്രസിൽ തുടരുന്നത് ഗുണകരമാകുമെന്നാണ് പൊതുവിലയിരുത്തൽ. രതീഷ് കട്ടലക്കൊപ്പം ബിനിൽ ലീല സാബു, ന്യൂസ് മലയാളം, തിരുവനന്തപുരം.